ഒരു വാപ്പാന്റെ നെഞ്ചുടഞ്ഞു പോകുന്നതും കൈ ബലഹീനാകുന്നതും മസിൽ പൊട്ടിപ്പോകുന്നതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വേണ്ടിയ ആരും അറിയാതെ ആരെയും അറിയിക്കാതെ ഒരു വാപ്പ തരുന്ന തണലാണ് ഇന്ന് ഞാനും കൂടെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ ഇന്ന് 40, 50, 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വാപ്പാരൊക്കെ സൈഡാ മൂല ഏകാന്തതയിലേക്ക്. ഞാൻ ചിന്തിക്കാറുണ്ട്, കോവിഡ് വന്ന സമയത്ത് നമ്മളോട് ഒരു 3 മാസം അകത്തിരിക്കാൻ പറഞ്ഞു സർക്കാർ. അതൊക്കെ ഓർമ്മ ഉണ്ടാവും. റോട്ടുമൊക്കെ പോകാൻ പാടില്ല, പള്ളിക്ക് പോകാൻ പാടില്ല, ഒരു കല്യാണമല്ല. 3 മാസം പോട്ടെ, 3 ദിവസം കൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയില്ലേ? പോലീസുകാർ നിരത്തി തല്ലിയില്ലേ കത്തിയോട് പുറത്തിറങ്ങിയപ്പോ? അന്ന് നമ്മൾ സോഷ്യൽ മീഡിയ കൂടിയൊക്കെ നാട്ടുകാരോട് പറഞ്ഞത് എന്താ? വീട്ടിലിരിക്കാനാവില്ല, ഒരേ അങ്ങനെ ഇരിക്കാൻ പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, 10-65 വയസ്സ് കഴിഞ്ഞാൽ ഈ സാധുക്കൾ പലരും ഒരേ തന്നെയാണ്. പള്ളിക്ക് ചിലപ്പോൾ ഒന്ന് പോകാൻ അനുവാദം കിട്ടിയാലായി, അതും പോണത് ഒരു മനസമാധാനത്തിനാണ്. ഒരു 5 രൂപ കൈമലുണ്ടാവില്ല. പേരക്കുട്ടികൾ വന്ന് മുട്ടായി ചോദിച്ചാൽ കൊടുക്കാനുണ്ടാവില്ല. വാപ്പാന്റെ മുതലൊക്കെ വീതിച്ച് കൈമല് ബിസിനസ് ഒക്കെ ചെയ്തോലേ. ഞാൻ എന്റെ പ്രസംഗത്തിൽ പറയലുണ്ട്, അതിന്റെ ഒരു ഷെയറും ഒരു ലാഭം ഒക്കെ ഉപ്പാന്റെ കൈമ കൊണ്ട് കൊടുക്കേണ്ടി. ഒരു 10-100 തേങ്ങ വലിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ അത് പൈസ വാപ്പാന്റെ കൈമ കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കാണ്ട് തിരിക്കുന്നു തന്നേക്കും. ഇത് സ്വന്തം പുരയിൽ പോലും വാപ്പ വെച്ച അന്നത്തെ വാപ്പാന്റെ വേർപ്പ് പറ്റിച്ചു വെച്ച 450-550 സ്ക്വയർ ഫീറ്റ് വീട് ഇന്നും അവനെ കണ്ടുപിടിക്കുന്നില്ല. അതിന്റെ ഉള്ളിലാ വാപ്പാന്റെ സ്വർഗം. ആ സ്വർഗത്തിലെ വാപ്പങ്ങളെ പോറ്റി. ആ അടുക്കള ഉമ്മാന്റെ രാജപാതയായിരുന്നു, രാജകീയ പാത. ആ അടുക്കളയിലെ കരിയും പുകയും കൊണ്ടിട്ടാ ഉമ്മങ്ങളെ ആക്കി തന്നു. പലപ്പോഴും പട്ടിണി കിടന്നിട്ട് അങ്ങനെ ജീവിപ്പിച്ച് നമ്മൾ പറയാം.